നമസ്കാരം. ജൂലൈയിൽ സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചതു മുതൽ ഇന്ത്യൻ ടെലികോം മേഖലയിൽ ആരംഭിച്ച കൂടുമാറ്റം സെപ്റ്റംബറിലും അവസാനിച്ചിട്ടില്ല. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സെപ്റ്റംബറിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോയ്ക്ക് സെപ്റ്റംബറിൽ 80 ലക്ഷത്തിനടുത്ത് വരിക്കാരെ നഷ്ടമായിട്ടുണ്ട്. ജിയോയ്ക്ക് മാത്രമല്ല, എയർടെൽ, വോഡാഫോൺ ഐഡിയ എന്നീ മറ്റ് സ്വകാര്യ കമ്പനികൾക്കും തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. എങ്കിലും ഏറ്റവും അധികം വരിക്കാർ കൊഴിഞ്ഞുപോയത് ജിയോയിൽ നിന്നാണ്. മറുവശത്ത് സ്വകാര്യ കമ്പനികൾക്ക് വരിക്കാരെ നഷ്ടമാവുകയാണ് ചെയ്തതെങ്കിൽ BSNLന് കൂടുതൽ വരിക്കാരെ സ്വന്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ജൂലൈയിൽ ടെലികോം നിരക്കുകൾ വർദ്ധിപ്പിച്ചതിന്റെ തിരിച്ചടി ഇത് തുടർച്ചയായി 3-ാം മാസമാണ് സ്വകാര്യ കമ്പനികൾ നേരിടുന്നത്. നേരത്തെ ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെ കണക്കുകൾ പുറത്തു വന്നപ്പോഴും ജൂലൈയിൽ ടെലികോം നിരക്കുകൾ വർദ്ധിപ്പിച്ചതിന്റെ തിരിച്ചടി ഇത് തുടർച്ചയായി 3-ാം മാസമാണ് സ്വകാര്യ കമ്പനികൾ നേരിടുന്നത്. നേരത്തെ ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെ കണക്കുകൾ പുറത്തു വന്നപ്പോഴും ജിയോ, എയർടെൽ, VI എന്നിവർക്ക് വരിക്കാരെ നഷ്ടമാവുകയും BSNL കൂടുതൽ വരിക്കാരെ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും അതേ ട്രെൻഡ് തുടരുന്നു എന്നാണ് സെപ്റ്റംബറിലെ ട്രായ് കണക്ക് വ്യക്തമാക്കുന്നത്. ട്രായ് പുറത്തുവിട്ടിരിക്കുന്ന സെപ്റ്റംബറിലെ പ്രതിമാസ റിപ്പോർട്ട് പ്രകാരം റിലയൻസ് ജിയോയ്ക്ക് 7.9 ദശലക്ഷം വയർലെസ് ഉപഭോക്താക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജിയോ കഴിഞ്ഞാൽ ഏറ്റവും അധികം വയർലെസ് യൂസേഴ്സിനെ നഷ്ടപ്പെട്ടത് വോഡാഫോൺ ഐഡിയയ്ക്കാണ്. 1.5 ദശലക്ഷം യൂസേഴ്സിനെയാണ് VIക്ക് നഷ്ടമായത്. മറ്റൊരു സ്വകാര്യ കമ്പനിയായ എയർടെലിന് സെപ്റ്റംബറിൽ 1.4 ദശലക്ഷം വയർലെസ് ഉപഭോക്താക്കളെയാണ് നഷ്ടമായിരിക്കുന്നത്. ട്രായുടെ സെപ്റ്റംബറിലെ റിപ്പോർട്ട് പ്രകാരം ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് മാത്രമാണ് പുതുതായി സെപ്റ്റംബർ വയർലെസ് ഉപഭോക്താക്കളെ സ്വന്തമാക്കിയിരിക്കുന്നത്. സെപ്റ്റംബറിൽ ഏകദേശം 8,49,493 വരിക്കാരെ BSNL സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. BSNLനെ സംബന്ധിച്ചിടത്തോളം ഇത് വൻ നേട്ടമാണ്. കാരണം തുടർച്ചയായി 3-ാം മാസവും പുതിയ വരിക്കാരെ നേടുന്നതിൽ മുന്നിലെത്താൻ BSNLന് കഴിഞ്ഞിരിക്കുകയാണ്. ഒട്ടനവധി പ്രതിസന്ധികളും പോരായ്മകളും നിലനിൽക്കെ തന്നെ സ്വകാര്യ കമ്പനികളെ മറികടന്ന് കൂടുതൽ വരിക്കാരെ സ്വന്തമാക്കാൻ BSNLന് കരുത്തായത് കുറഞ്ഞ നിരക്കിൽ മികച്ച ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പ്രീപെയ്ഡ് പ്ലാനുകളുടെ ശക്തമായ നിരയാണ്. സ്വകാര്യ കമ്പനികളുടെ ഉയർന്ന നിരക്കിനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ചെലവിൽ BSNL സിം ഉപയോഗിച്ച് ടെലികോം സേവനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാകും. നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ചും സാമ്പത്തിക പ്രശ്നങ്ങൾ കണക്കിലെടുത്തും നിരവധി പേർ സ്വകാര്യ കമ്പനികളുടെ സിം ഉപേക്ഷിക്കുകയും BSNLലേക്ക് മാറുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റിൽ ജിയോയുടെ വയർലെസ് യൂസേഴ്സിന്റെ എണ്ണം 471.74 ദശലക്ഷമായിരുന്നു. സെപ്റ്റംബർ അവസാനം എത്തിയപ്പോഴേക്കും ഇത് 463.78 ദശലക്ഷമായി കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ എയർടെലിന്റെ ഓഗസ്റ്റിലെ വരിക്കാരുടെ എണ്ണം 384.91 ദശലക്ഷമായിരുന്നു. സെപ്റ്റംബർ അവസാനമായപ്പോഴേക്കും ഇത് 383.48 ദശലക്ഷമായി കുറഞ്ഞു. VIക്ക് ഓഗസ്റ്റിൽ 214 ദശലക്ഷം വരിക്കാർ ഉണ്ടായിരുന്നത് പിറ്റേ മാസം അവസാനമായപ്പോഴേക്കും 212.45 ദശലക്ഷമായി കുറഞ്ഞിട്ടുണ്ട്. അതേസമയം BSNL നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഓഗസ്റ്റിൽ 91.04 ദശലക്ഷം വരിക്കാരാണ് BSNLനുണ്ടായിരുന്നത്. അത് സെപ്റ്റംബർ ആയപ്പോഴേക്കും 91.89 ദശലക്ഷമായി ഉയർന്നിട്ടുണ്ട്. സ്വകാര്യ കമ്പനികളുടെ ആക്റ്റീവ് യൂസേഴ്സിന്റെ എണ്ണത്തിലും കുത്തനെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എയർടെലിന്റെ ആക്റ്റീവ് യൂസേഴ്സിന്റെ എണ്ണം 1.31 ദശലക്ഷത്തിൽ നിന്ന് 380.68 ദശലക്ഷമായി കുറഞ്ഞിട്ടുണ്ട്. VIയുടേത് 3.11 ദശലക്ഷം ഇടിഞ്ഞ് 179.52 ദശലക്ഷമായി. പക്ഷേ ജിയോയുടെയും BSNLന്റെയും ആക്റ്റീവ് യൂസേഴ്സ് ഇക്കാലയളവിൽ വർദ്ധിച്ചിട്ടേയുള്ളൂ. ജിയോയുടെ ആക്റ്റീവ് യൂസേഴ്സ് 1.73 ദശലക്ഷം വർദ്ധിച്ച 444.49 ദശലക്ഷമായി. BSNLന്റേത് ഓഗസ്റ്റിൽ 53.60 ദശലക്ഷത്തിൽ നിന്ന് 54.77 ദശലക്ഷമായി വർദ്ധിച്ചിട്ടുണ്ട്. വരിക്കാരുടെ എണ്ണത്തിൽ ചെറിയ ഇടിവുണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ടെലികോം വിപണിയിൽ ഒന്നാമൻ ഇപ്പോഴും ജിയോ തന്നെയാണ്. സെപ്റ്റംബറിൽ ജിയോ 40.20% വിപണി വിഹിതവുമായി ഏറ്റവും വലിയ മൊബൈൽ ഓപ്പറേറ്ററായി തുടരുന്നുണ്ട്. എയർടെൽ 33.24%, വോഡാഫോൺ ഐഡിയ 18.41%, BSNL 7.98% വിപണി വിഹിതം നേടിയിട്ടുണ്ട്. സെപ്റ്റംബറിൽ ഹൈസ്പീഡ് 4G അല്ലെങ്കിൽ 5G വരിക്കാരെ ചേർത്തത് ഭാരതി എയർടെലും BSNLും മാത്രമാണെന്നും ഡാറ്റ പറയുന്നുണ്ട്. എയർടെൽ 0.42 ദശലക്ഷം,
4G അല്ലെങ്കിൽ 5G ഉപഭോക്താക്കളെ ചേർത്തിട്ടുണ്ട്. BSNL 1.5 ദശലക്ഷം ഉപയോക്താക്കളെ ചേർത്തു. 4G വ്യാപനം നിലവിലെ കുതിപ്പിൽ മുന്നോട്ടു പോയാൽ സ്വകാര്യ കമ്പനികളെ മറികടന്ന് കൂടുതൽ വരിക്കാരെ സ്വന്തമാക്കാൻ BSNL വരും മാസങ്ങളിൽ സാധിക്കും.